ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 6ഉം 7ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമചരിതം ശ്ലോകം 6. ശുക്രോജ്ജീവിതതാതവാക്യചലിതക്രോധോത്ഥ സഖ്യാസമം ബിഭ്രധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുന്നു നോക്കാം. ശുക്രോജ്ജീവിത, ജീവിത എന്നുള്ള 2 ജ എന്നുണ്ട്. ശുക്രോജ്ജീവിത താതവാക്യ ചലിത ക്രോധ അഥ സഖ്യാ സമം. ഇത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ശുക്രോജ്ജീവിത താതവാക്യ ചലിത ക്രോധോത്ഥ സഖ്യാ സമം. ക്രോധ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത് അഥ എന്നുള്ളതിൻ്റെ ഥാന്ന്, സഖ്യ എന്നുള്ളതിൻ്റെ ഖ്യാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബിഭ്രത്, ബിഭ്ര, ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ഭ്ര എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബിഭ്രത് ധ്യാത, അത് രണ്ടും ചേർത്ത് ചൊല്ലുമ്പോൾ ബിഭ്രധ്യാത മഹോദരോപനിഹിതം, അതുവരേക്കും ഒന്നിച്ച് ചൊല്ലണം. ധ്യാത എന്നുള്ള ഥാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അത് ചേർത്തെഴുതുമ്പോഴും ധ്യ എന്ന് ചേർത്ത് ചൊല്ലണം. ധ്യ എന്ന് ഊന്നി പറയണം. ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം, ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ശരാൻ ആരൂഢ, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം സഹവാഹയന്ത്രകരഥം, അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. രഥം എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. ആരൂഢ, ടാഠ ഡ ഠ എന്നാണ് ഊന്നി പറയാനുള്ളതാണ്. ആരൂഢ. മാഹിഷ്മതീം ആവിശൻ, മാഹിഷ്മതീമാവിശൻ. വാഗ്ഭിർ, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വത്സം അദാശുഷി, വാഗ്ഭിർ വത്സം അദാശുഷി. സ എന്നുള്ളത് ത് സ എന്നാണ്. ക്ഷിതിപതൗ, ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സംപ്രാസ്തുത എന്നവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ സങ്കരം, ഒരു സാന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സംപ്രാസ്തുത സങ്കരം, 2 സാന്ന് ചൊല്ലണം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോത്ഥ സഖ്യാ സമം ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം. അടുത്തത് 7ാമത്തെ ശ്ലോകം. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമന്ത്രിനിവഹൈർവ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപദദ്ധേഹയ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ഇതും 2 ലൈന് ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണ്. പുത്രാണാം അയുതേന, പുത്രാണാം അയുതേന സപ്തദശഭി ച അക്ഷൗഹിണീഭിർ മഹാസേനാനീഭിർ
അനേക മന്ത്രി നിവഹൈർ. അതിൽ സപ്തദശഭി എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ച അക്ഷൗഹിണി. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭി ഇവിടെയുണ്ട്, ഭീന്ന് ഊന്നി പറയണം. മഹാസേനാനീഭിർ. ഇവിടെയും ഭീന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മന്ത്രി നിവഹൈർ. വ്യാജൃംഭിതായോധന. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. വ്യാജൃംഭിത ഭി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആയോധന എന്നുള്ളതിൻ്റെ താന്നും നന്നായിട്ട് ഊന്നി പറയണം. സദ്യ സ്തുത്ക കുഠാര ബാണ വിദളൻ നിശേഷ സൈന്യോത്കരോ. അതുവരെ ഒന്നിച്ച് ചൊല്ലണം. സദ്യ സ്തുത്ക. സദ്യ ത്വത്ക എന്നുള്ളത് ചേർത്ത് ചൊല്ലുമ്പോൾ എന്നും കൂടിയും വരും. സ്തുത്ക. കുഠാര ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബാണ ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ബ എന്നാണ്. വിദളൻ നിശേഷ ചേർത്ത് ചൊല്ലുമ്പോൾ വിദളൻ നിശേഷ എന്നാന്ന് ഡബിളായിട്ട് ചൊല്ലണം. നിശേഷ അവിടെയും അതുപോലെ ഷാന്ന് ഡബിളായിട്ട് ചൊല്ലണം. നിശേഷ. നീന്നും ഷാന്നും ഡബിളായിട്ട് ചൊല്ലണം. സൈന്യോത്കരോ. സൈന്യോത്കരോ. ഭീതി പ്രദ്രുത നഷ്ട ശിഷ്ട തനയ സ്ത്വാം ആപതത് ഹേഹയ. അവിടെയും ലാസ്റ്റിൽ വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ട തനയ സ്ത്വാമാപതദ്ധേഹയ അങ്ങനെ വരും. ഇവിടെ ഭീതി എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നഷ്ടശിഷ്ട അതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. തനയ സ്ത്വാം ആപതത് ഹേഹയ അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഥേ എന്നാവും അവിടെ. സ്ത്വാമാപതദ്ധേഹയ അത് ഥേ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമന്ത്രിനിവഹൈർ വ്യാജൃംഭിതായോധന. സദ്യസ്തുത്ക കുഠാരബാണവിദളൻ നിശേഷ സൈന്യോത്കരോ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ട തനയസ്ത്വാമാപതദ്ധേഹയ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.